ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടിപ്പുമായിട്ടാണ്. എങ്ങനെയാണ് നമ്മുടെ ഗ്ലാസ് പാത്രങ്ങളിലും അതുപോലെ കുടിക്കുന്ന ഗ്ലാസ്സുകളിലൊക്കെ ഉണ്ടാവുന്ന ഇതുപോലുള്ള പ്രിൻറ്റുകൾ മായ്ക്കാമെന്നാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. സാധാരണ നമ്മൾ തുണിക്കടകളിൽ നിന്നോ അല്ലെങ്കിൽ ജ്വല്ലറികളിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ കിട്ടുക. അപ്പോൾ അതിൽ അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് അവർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ നമുക്കത് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് നന്നാവില്ല. അതായത് നമുക്ക് ഗസ്റ്റിനൊക്കെ കൊടുക്കാനായിട്ടൊരു നാണക്കേട് തോന്നും. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യാതിരിക്കുകയാണ് ഞാനൊക്കെ ആദ്യം ചെയ്യാറ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ടിപ്പ് കിട്ടിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് എല്ലാവർക്കും അറിയട്ടെ എന്ന് കരുതിയിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യുകയാണ്. ഇതിപ്പോൾ എനിക്ക് ഒരു ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയതാണ്. ഗോൾഡ് പർച്ചേസ് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു 6 ഗ്ലാസിൻ്റെ സെറ്റ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഈ പ്രിൻ്റ് മായ്ച്ചിട്ട് കാണിച്ചു തരാം. ഒരു 5 മിനിറ്റാണ് ഏത് പ്രിൻറ്റും മായ്ക്കാനായിട്ട് എടുക്കാറുള്ളത്. അത് അഥവാ നല്ല വല്ലാത്ത സ്ട്രോങ് ആണെങ്കിൽ മാത്രം ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കില്ല. എന്തായാലും ഇത് മാഞ്ഞ് ക്ലിയർ ആയിട്ട് പോകും. അപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്ന് കണ്ടു നോക്കൂ. എൻ്റെ ഈ കപ്പ് ഊരുന്ന ഒരു മോഡലിലുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനിത് ഊരിയെടുത്തത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. അത് നമ്മുടെ ആ ഗ്ലാസ് എടുക്കുക, എന്നിട്ട് ഒരു ബൗളിലോട്ട് കുറച്ച് വിനാഗിരിയാണ് ഇതിനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ബൗളിൽ ഇതിൽ നിന്നും കുറച്ച് വിനാഗിരി ഒഴിക്കുക. ഈ ഗ്ലാസിൻ്റെ പ്രിൻ്റുള്ള ഭാഗം മുങ്ങാവുന്ന ഒരു രീതിക്ക് വിനാഗിരി എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പ്രിൻ്റുള്ള ഭാഗം ഇതുപോലെ ഈ വിനാഗിരിയിൽ മുക്കി വെക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുറത്തോട്ട് എടുത്തിട്ട് ഒന്ന് കളഞ്ഞു നോക്കാം. കണ്ടോ, ഇതിപ്പോൾ 2 ഗ്ലാസും നല്ല നീറ്റ് ആയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക മാത്രം മതി, അപ്പോഴേക്കും അത് മാഞ്ഞു പോവും. അത്രയ്ക്ക് എഫക്റ്റീവാണ് ഈ ഒരു ടിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും പ്രിൻ്റുള്ള ഗ്ലാസ്സൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നല്ല ടിപ്പുകൾക്കും ഗാർഡനിങ് വീഡിയോസിനും എല്ലാത്തിനുമായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്